പൗരന്മാരെ പരിപാലിക്കുക എന്നത് എന്റെ ഉത്തരവാദിത്തമാണെന്ന് വ്യക്തമാക്കി ഇറാന്റെ പരമോന്നത നേതാവിന്റെ പ്രതിനിധി. ഏത് സാഹചര്യത്തിലാണെങ്കിലും ഇന്ത്യക്കാരെ സംരക്ഷിക്കുന്നതിൽ മറ്റു രാജ്യങ്ങളിലെ നേതാക്കൾക്ക് ഒരു പ്രത്യേക താൽപര്യമാണ്. അത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധത്തിന്റെ പ്രതിഫലനമാണ്. സംഘർഷം രൂക്ഷമായപ്പോൾ വിദ്യാർത്ഥികളെയും സന്ദർശകരെയും പിന്തുണയ്ക്കുന്നതിനായി ഇറാൻ ടെഹ്റാനിലെ ഇന്ത്യൻ എംബസിയുമായി അടുത്ത് പ്രവർത്തിച്ചുവെന്ന് ഇന്ത്യയിലെ ഇറാന്റെ പരമോന്നത നേതാവിന്റെ പ്രതിനിധി അബ്ദുൽ മജീദ് ഹക്കീം ഇലാഹി ബുധനാഴ്ചയാണ് വ്യക്തമാക്കിയത്. ഇന്ത്യയെയും സഹോദരങ്ങളെയും പരിപാലിക്കേണ്ടത് തന്റെ ഉത്തരവാദിത്തമാണെന്ന് ഇലാഹി വ്യക്തമാക്കി. ഈ സംഘർഷം രൂക്ഷമായപ്പോൾ ടെഹ്റാനിൽ നിന്നും മറ്റ് നഗരങ്ങളിൽ നിന്നുമുള്ള ഏകദേശം 3000 വിദ്യാർത്ഥികളെ, പ്രധാനമായും മെഡിക്കൽ സയൻസിലുള്ളവരെ സുരക്ഷിതമായ താമസ സ്ഥലങ്ങളിലേക്ക് മാറ്റാൻ ഞാൻ പ്രവർത്തിച്ചു. വിദ്യാർത്ഥികളെയും സന്ദർശകരെയും പിന്തുണയ്ക്കുന്നതിനായി ഞങ്ങൾ ടെഹ്റാനിലെ ഇന്ത്യൻ എംബസിയുമായി അടുത്ത് പ്രവർത്തിച്ചു. അർമേനിയയിലേക്കും പിന്നീട് ഇന്ത്യയിലേക്കും യാത്ര ചെയ്യുന്നതിന് മുൻപ് ഏകദേശം 400 സന്ദർശകർക്ക് താമസവും ഭക്ഷണവും നൽകി. നമ്മുടെ ഇന്ത്യയെ സഹോദരന്മാരെയും പരിപാലിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാൻ നേതൃത്വവുമായി നടത്തിയ സംഭാഷണങ്ങൾ ഇലാഹി വിവരിക്കുകയും ചെയ്തു. ഇന്ത്യൻ പ്രധാനമന്ത്രി നമ്മുടെ പ്രസിഡന്റുമായി വിജയകരമായ സംഭാഷണങ്ങൾ നടത്തി. ഇന്ത്യൻ വിദേശകാര്യമന്ത്രിയും നമ്മുടെ വിദേശകാര്യമന്ത്രിയുമായി നിരവധി തവണ സംസാരിക്കുകയും ചെയ്തു. ഇന്ത്യയിലെ ജനങ്ങളുടെ മൂല്യം പ്രകടിപ്പിക്കാൻ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. ഇന്ത്യയുടെ മാന്യതയെ പ്രശംസിച്ചുകൊണ്ട് ഇലാഹി പറഞ്ഞു, ഇന്ത്യ എപ്പോഴും നീതിയുടെ കൂടെയാണ് നിലകൊള്ളുന്നതെന്ന്. അവർക്ക് അത്രയധികം വിശ്വസ്തതയും ദയയും മനുഷ്യത്വവുമുണ്ട്. നമ്മൾ അയൽക്കാരോ ഒരേ മതത്തിൽപ്പെട്ടവരോ അല്ലെങ്കിലും നമ്മൾ ശരിയാണെന്ന് അവർ മനസ്സിലാക്കുന്നതിനാലാണ് അവർ നമ്മെ പിന്തുണയ്ക്കുന്നതെന്നും ഒരു ഹിന്ദു പ്രൊഫസറുമായി ഞാൻ അടുത്തിടെ സംസാരിച്ചു. ചരിത്രത്തിലുടനീളം ഇന്ത്യ നീതിക്കും മനുഷ്യത്വത്തിനും ഒപ്പമാണ് നിലകൊണ്ടത്. ഇത്രയും അസാധാരണയായ ആളുകളായതിന് ഇന്ത്യയിലെ നമ്മുടെ സഹോദരന്മാരെ ഞാൻ അഭിനന്ദിക്കുന്നു. അവരെ വിശേഷിപ്പിക്കാൻ വാക്കുകൾ പരിമിതമാണ്. പശ്ചിമേഷ്യയിൽ 2ാം മാസത്തിലേക്ക് കടക്കുന്ന സംഘർഷത്തിനിടയിൽ ഇറാനിൽ നിന്നും 1777 ഇന്ത്യൻ പൗരന്മാരെ തിരിച്ചെത്തിക്കാൻ ഇന്ത്യ സൗകര്യമൊരുക്കിയതായി വിദേശകാര്യ മന്ത്രാലയം തിങ്കളാഴ്ച അറിയിച്ചു. ഇറാൻ, അർമേനിയ, അസർബൈജാൻ എന്നീ രാജ്യങ്ങളുടെ അധികാരങ്ങളുടെ പിന്തുണയാണ് ഈ സൗകര്യം സാധ്യമാക്കിയതെന്നും വിദേശകാര്യ മന്ത്രാലയം ചൂണ്ടിക്കാട്ടി. മേഖലയിലെ സമീപകാല സംഭവവികാസങ്ങളെക്കുറിച്ചുള്ള ഒരു അന്തർ മന്ത്രാലയ പത്രസമ്മേളനത്തിൽ സംസാരിച്ച വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി ഒഴിപ്പിക്കൽ പ്രവർത്തനങ്ങൾ സജീവമായി ഏകോപിപ്പിക്കുന്നുണ്ടെന്നും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.